കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് എന്നെ പ്രചോദിപ്പിച്ച കാര്യങ്ങളിലൊന്ന്, അല്ലെങ്കിൽ എന്നെ നയിച്ച, എന്നെ ലീഡ് ചെയ്ത കാര്യങ്ങളിലൊന്ന് എന്ന് പറയാത്ത, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്ന് തോന്നിയോണ്ട് പറയുവാണ്. എനിക്ക് തൊട്ട് താഴെ എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അവൻ്റെ പേര് അമൽ എന്നായിരുന്നു. അവൻ ട്യൂമർ ബാധിച്ചിട്ട് ഒരു 5 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പോൾ അവൻ്റെ മരണത്തിന് ശേഷമാണ് എനിക്ക് ഈശോ പുതിയൊരു അനിയനെ തരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രോഗാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിന്ന ഒരു ചേട്ടൻ എന്ന നിലയിൽ എനിക്ക് അച്ഛൻ്റെ കാര്യം വന്നപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കോ, എൻ്റെ അപ്പച്ചനോ അമ്മച്ചിക്കോ ഈശോയെ എന്ന് വിളിക്കാനല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നിസ്സഹായാവസ്ഥയായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള നമുക്കറിയാം ആശുപത്രിവാസം കുറേ ആയി. അപ്പോൾ നമുക്ക് അത് ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനറൽ എയ്റ്റിൽ അച്ഛനവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ജോവിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള, ഒരുപാട് തമാശ പറയുന്ന, എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. ഞാൻ ഒരിക്കൽ പോലും എന്നെ പഠിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അച്ഛനെ എവിടെയൊക്കെ ആയിരുന്നോ ഞാൻ അച്ഛനെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ ചിരിച്ചിട്ടല്ലാതെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. പക്ഷെ അത് മുറിഞ്ഞു പോയത് ഞാൻ അവിടെ ഇങ്ങനെ ക്ലാസ്സിനായിട്ട് പോയപ്പോഴാണ്. ഞാൻ ഒരിക്കലും അച്ഛൻ ഇത്ര ഡിപ്രസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. അച്ഛൻ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് കറക്റ്റായിട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന അച്ഛൻ്റെ മുഖം ഞാൻ അന്നാണ് കണ്ടത്. എവിടെയൊക്കെയോ അച്ഛൻ്റെ വേദനകൾ എനിക്കും എന്താ പറയുക സിമ്പതൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സിമ്പതി എന്ന വാക്കിനേക്കാളും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നു എമ്പത്തിയാണ്. എനിക്ക് മനസ്സിലാവുമായിരുന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന നമ്മുടെ സ്വഭാവത്തെ പോലും മാറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ സഹായിക്കുക എന്നുള്ളത് ഒരു നീഡായിട്ട് തോന്നുന്നതിൻ്റെ ഒരു റീസൺ കൂടി അതായിരുന്നു. അനിയനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അത് അറിയാമല്ലോ. അപ്പോൾ അച്ഛനെ ഒന്ന് സഹായിക്കണം എന്ന് എനിക്ക് തോന്നി. അതും ഈ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് പ്രചോദനം നൽകിയ ഒന്ന് കാര്യമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ അനിയൻ 1ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 18 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ മമ്മി പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? ബ്രദറായിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഒരു അവന്റെ ജനനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അനിയന്റെ മരണത്തെ കുറിച്ചും പറയണം. അതായത് അവൻ മരിച്ചു കഴിഞ്ഞു. അത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. ഞങ്ങൾ സാധാരണ വിൻസെൻഷൻസ് 10 കഴിഞ്ഞൊരു കൊച്ച് +2 കഴിഞ്ഞിട്ടാണ് അവൻ ന്യൂഷേറ്റിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യവ്രത വാഗ്ദാനത്തിന് ഒരുങ്ങുന്ന ഒരു വർഷ കാലഘട്ടത്തിനെയാണ് ന്യൂഷേറ്റ് എന്ന് പറയുന്നല്ലോ. അത് ഞങ്ങളുടെ വയനാടായിരുന്നു ഞങ്ങളുടെ ന്യൂഷേറ്റ്. അപ്പോൾ എൻ്റെ അനിയൻ മരിക്കുന്നത് ഒരു ജനുവരി മാസത്തിലാണ്. അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വണ്ടി കയറി. ന്യൂഷേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല, പത്രം വായിക്കാൻ പറ്റത്തില്ല. ഒരു വർഷം ഒരു എക്സ്ക്ലൂഡഡ് ആണ്, ബന്ധമില്ല. കത്ത് എഴുതാമായിരുന്നു ഓരോ മാസവും. അപ്പോൾ ആദ്യ മാസങ്ങളിലൊക്കെ അമ്മ കത്തെഴുതുമ്പോൾ നമുക്ക് കാണാം ആ ഒരു അമ്മയുടെ സങ്കടവും. ഒരു ന്യൂഷേറ്റിൽ പോയൊരു കൊച്ചിന്റെ നോട് എങ്ങനെയാണ് ഒരു അമ്മ എഴുതുന്നത് എന്ന രീതിയിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അതെ, സങ്കടം അതിനകത്തുണ്ട്. മകൻ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ സങ്കടം അതിനകത്തുണ്ട്. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ ആ ലെറ്ററിന്റെ ചായയൊക്കെ മാറി തുടങ്ങിയായിരുന്നു. അത് ഞാൻ തന്നെ പറഞ്ഞു, അമ്മച്ചി പ്രഗ്നന്റ് ആണോ എന്ന് ഞാൻ എഴുതി ചോദിച്ചിട്ടാണ് അമ്മ അത് റിവീൽ ചെയ്തത് പോലും. അത് ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല. ഞാൻ ഈ അമ്മ എനിക്ക് അയച്ചു തരുന്ന ലെറ്റേഴ്സ് ഞാൻ വായിക്കുന്നതിന് മുമ്പേ എൻ്റെ ബാച്ചുകാർ ഇത് വായിക്കുമായിരുന്നു. അവരും അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു, അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു അമ്മയുടെ കത്തുകൾ. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞേ, അമ്മ എന്തുകൊണ്ട് ഒരു വാവ ആയിക്കൂടാ എന്ന് ചോദിക്കാൻ നിർബന്ധിക്കാനൊക്കെ കാരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ ന്യൂഷേറ്റ് കഴിഞ്ഞ് കിട്ടിയിട്ട് സാമുവൽ ഞാൻ അവനെ ചോദിച്ചു മേടിച്ചു എന്നൊരർത്ഥത്തിൽ സാമുവൽ എന്നുള്ള പേര് ഇടാനും കാരണമായിരുന്നു. എത്ര നാളുകൾക്ക് ശേഷം മമ്മീനെ നേരിട്ട് കാണാൻ? അതെ, അമ്മച്ചി പ്രഗ്നന്റ് ആയതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ന്യൂഷേറ്റില് കയറിച്ച് മെയ് മാസത്തിൽ തിരിച്ചിറങ്ങുമ്പോൾ സത്യം പറയാലോ, ആദ്യം ഞാൻ കയറുന്ന സമയത്ത് എൻ്റെ അനിയൻ മരിച്ച ഒരു മെലങ്കോളിക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം നിറഞ്ഞ വീടാന്തരീക്ഷം അല്ല ഞാൻ തിരിച്ചു പോകുമ്പോൾ. ഞാനവിടെ തിരിച്ചു കയറുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു മാസക്കാരനായ ഒരു കുഞ്ഞനിയനും ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്.
അതൊക്കെ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ലൈക്ക് സ്വർഗം ഭൂമിയിലെത്തി എന്നുള്ളൊരു സന്തോഷം നൽകിയ കാര്യമാണ്. തമ്പുരാൻ അത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ.